ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ 6 ദിവസത്തെ ടോട്ടൽ കേരള ആൻഡ് വേൾഡ് വൈഡ് കളക്ഷനെ കുറിച്ചും മറ്റനേകം അപ്ഡേറ്റുകളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിലേക്ക് വരാം. അതിന് മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കളക്ഷൻ അപ്ഡേറ്റുകൾ പറയുന്നതിൻ്റെ മുന്നേ മറ്റു ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയട്ടെ. ലോക എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ ഹിന്ദി വേർഷൻ സെപ്റ്റംബർ 4-ാം തീയതി തിയേറ്ററിൽ എത്താൻ വേണ്ടി പോവുകയാണ്. ഡ്യൂക്കി തന്നെയാണ് FBയിലൂടെ ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. കൂടെ ഹിന്ദി വേർഷൻ്റെ ട്രെയിലറും ഇന്ന് റിലീസ് ചെയ്തിട്ടുണ്ട്. സെപ്റ്റംബർ 4-ാം തീയതി തിയേറ്ററിൽ എത്തുമ്പോൾ ചിത്രത്തിന്റെ കളക്ഷൻ കാര്യങ്ങളെല്ലാം ഒന്നും കൂടെ വേഗത്തിലേക്ക് ആവാനുള്ള സാധ്യതയാണ് നാം തെളിഞ്ഞു കാണുന്നത്. മലയാള വേർഷന്റെ പോലെ തന്നെ തെലുങ്ക് വേർഷനും തമിഴ് വേർഷനും കത്തിപ്പടർന്നിട്ടുണ്ടായിരുന്നു. അതേ ഒരു സ്വീകാര്യത ഹിന്ദി വേർഷനും നേടിയെടുക്കാൻ സാധിച്ചാൽ കളക്ഷൻ പീക്ക് ലെവലിലേക്ക് എത്തപ്പെടും. ചിത്രത്തിന്റെ കന്നഡ വേർഷൻ തിയേറ്ററിലേക്ക് എത്തിച്ചിട്ടില്ല. അവിടെ മലയാള വേർഷൻ നല്ല രീതിയിലുള്ള സ്വീകാര്യത കർണാടകയിൽ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതൊക്കെ തന്നെയാണ് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നല്ലൊരു കളക്ഷനിലേക്ക് ലോക എന്ന് പറയുന്ന ചിത്രത്തെ എത്തിച്ചിരിക്കുന്നത്. ഇനി ഹിന്ദി വെർഷനും കൂടെ കൊളുത്തിയാൽ വേറെ മാതിരി കളക്ഷനിലേക്കാണ് ലോക എത്തിപ്പിടിക്കാൻ വേണ്ടി പോകുന്നത്. ലോക ചിത്രത്തിന്റെ കേരള കളക്ഷനിലേക്ക് നോക്കുന്ന സമയത്ത് ആദ്യ ദിവസം 2,70,00,000, രണ്ടാമത്തെ ദിവസം 3,35,00,000 രൂപ, മൂന്നാമത്തെ ദിവസം 4,65,00,000 രൂപ, നാലാമത്തെ ദിവസം 5,65,00,000 രൂപ, അഞ്ചാമത്തെ ദിവസം 5,25,00,000 രൂപ. ഇന്നലെ തിങ്കളാഴ്ചയും 5,25,00,000 രൂപയാണ് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രമായിട്ട് നേടിയിരിക്കുന്നത്. അങ്ങനെ ആകെ 5 ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 21,60,00,000 നേടിയ സിനിമ ആറാമത്തെ ദിവസമായ ഇന്ന് ചൊവ്വാഴ്ച കേരള ബോക്സ് ഓഫീസിൽ നിന്നും 5 കോടി റേഞ്ചിലുള്ള കളക്ഷൻ നേടുമെന്ന് തന്നെയാണ് ട്രാക്കിങ്ങിൽ നിന്നും വ്യക്തമാവുന്നത്. അങ്ങനെ സംഭവിക്കുമ്പോൾ ചിത്രത്തിന്റെ 6 ദിവസത്തെ കേരള കളക്ഷൻ മാത്രം 26,50,00,000 എത്തപ്പെടും. ചിത്രത്തിന്റെ 5 ദിവസത്തെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ 85 കോടിക്കടുത്താണ്. തിങ്കളാഴ്ച 5-ാമത്തെ ദിവസവും ചിത്രത്തിന് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും 14,50,00,000 രൂപ നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചു. നമ്മൾ ഇന്നലെ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 5 ദിവസത്തെ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ 85 കോടിയിൽ എത്തും എന്നുള്ളതായിരുന്നു. എന്നാൽ 5 ദിവസങ്ങൾ കൊണ്ട് 85 കോടിയിലേക്ക് എത്തിപ്പിടിക്കാൻ സിനിമയ്ക്ക് സാധിച്ചില്ല. 81 കോടിക്കടുത്താണ് സിനിമയുടെ 5 ദിവസത്തെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ എത്തിയിരിക്കുന്നത്. നമ്മൾ പുറത്തുവിട്ട കളക്ഷൻ പ്രഡിക്ഷനിൽ 4 കോടിയുടെ കുറവ് സംഭവിക്കാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ വീക്കെൻഡ് കളക്ഷൻ 70 കോടിയോളം രൂപ നേടി എന്നുള്ള റിപ്പോർട്ടുകൾ നമ്മൾ നൽകിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ ഒരു റിപ്പോർട്ട് തെറ്റായിരുന്നു. വീക്കെൻഡ് കളക്ഷൻ 4 ദിവസങ്ങൾ കൊണ്ട് വേൾഡ് വൈഡിൽ നിന്നും നേടിയിരിക്കുന്നത് 66,28,00,000 രൂപയാണ്. ആ ഒരു ഷോർട്ടേജ് ആണ് നമ്മൾ നൽകിയ കളക്ഷൻ അപ്ഡേറ്റിന് വേരിയേഷൻ സംഭവിക്കാനുള്ള പ്രധാന കാരണം. എന്നാൽ 6 ദിവസങ്ങൾ കൊണ്ട് സിനിമ വേൾഡ് വൈഡിൽ നിന്നും 94 കോടി 93 കോടി റേഞ്ചിലേക്ക് എത്തിപ്പിടിക്കും എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. അങ്ങനെ ചിത്രം 100 കോടിയിൽ ഇടം പിടിക്കുക എന്നുള്ള കാര്യം 7 ദിവസങ്ങൾ കൊണ്ടായിരിക്കും എന്നുള്ളത് ഏകദേശം ഉറപ്പായിരിക്കുന്നു. സൗത്ത് ഇന്ത്യയിൽ ഒരു വുമൺ ഓറിയന്റഡ് സിനിമയ്ക്ക് കിട്ടുന്ന ഏറ്റവും ഉയർന്ന കളക്ഷനിലേക്ക് ചേക്കേറാൻ ഒരുങ്ങി നിൽക്കുകയാണ് കല്യാണി പ്രിയദർശൻ നായികയായി തിയേറ്ററിലെത്തിയ ലോക എന്ന് പറയുന്ന ചിത്രം. കാത്തിരിക്കൂ സിനിമകളുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് മൂവി പ്ലസ് മീഡിയ. ഞാൻ ജിനു ജനാസ്. ഓക്കെ, ബൈ.